ഹായ് ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ സാധ്യമാണോ? ഓക്കെ, നമുക്ക് നോക്കാം. പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ 3 മുതൽ 5 പ്രാവശ്യം വരെ പറയുക. അവരുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഒന്നിലധികം ആൾക്കാരുടെ എനർജി വരും. നിങ്ങൾക്കുള്ളത് മാത്രം എടുക്കുക, ഇല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയന് ഇവിടെ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, എന്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ അഫർമേഷൻ ശക്തമായിരിക്കുന്നു. നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ, ആ ഒരു കാര്യത്തിന് തീരുമാനമാകുന്നുണ്ട്. നിങ്ങൾക്ക് റീയൂണിയന് പോസിബിൾ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. ജഡ്ജിമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് റീയൂണിയന് വേണ്ടി. അങ്ങനെയുള്ള വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് റീയൂണിയൻ സാധ്യമാണോ? സണ്ണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഫാമിലി കാർഡ് കൂടി വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ചില കാണുന്ന വ്യക്തികൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ കുടുംബം ഇനി ഒരുമിച്ച് മുന്നോട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും. അതല്ല ഇത് ലവേഴ്സാണ് കാണുന്നതെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഫാമിലി പോലെയാണ്. അവർക്ക് ഫാമിലി തന്നെയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജി തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും റീയൂണിയൻ ഉണ്ടാകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ലെസ് കോൺടാക്റ്റ് നോ കോൺടാക്റ്റിലായിരിക്കാം. ഇത് അവരുടെ സോൾ പറയുന്നതായിട്ടുള്ള മെസ്സേജാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. 3 ഓഫ് പെൻറ്റിക്കിൾ, 6 ഓഫ് പെൻറ്റിക്കിൾ, 2 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വരുന്ന മെസ്സേജ്. ഓക്കെ, 9 ഓഫ് പെൻറ്റിക്കിൾ എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവർ എവിടെയായിരുന്നാലും ആരോടൊപ്പം ആയിരുന്നാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ല എന്ന് അവരുടെ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളോട് തുറന്ന് പറയുന്നില്ലായിരിക്കാം, പക്ഷേ അവരത് ഉള്ളിൽ ഒളിപ്പിക്കുന്നതായി കാണുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ട്രസ്റ്റ് ഒരു പക്ഷേ അവർ നശിപ്പിച്ചിട്ടായിരിക്കും പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഇനി മുന്നോട്ട് നീ എന്നെ ട്രസ്റ്റ് ചെയ്യില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ട്രസ്റ്റ് അവർ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിചാരം നിങ്ങളിനി അവരെ വിശ്വസിക്കില്ല എന്നവർ മെസ്സേജ് നൽകുന്നു. ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നീതി നൽകണമെന്നും നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു, അവരെ സംശയിക്കരുത്, അവർ നിങ്ങളുടെ മാത്രമാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ വെറുതെ സംശയിക്കുകയാണ് എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. അടുത്ത് വന്നിരിക്കുന്നത് 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് അവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ ഒരു പക്ഷേ അവരെ വിട്ടു പോകുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ നിങ്ങളോടുള്ള വാശി തീർക്കുന്നതിന് വേണ്ടി നീ എന്നെ കളഞ്ഞിട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ നിന്നെ വേണ്ട എന്നുള്ള ചില വാക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാശിയുടെ മുകളിലാണ് അവർ തേർഡ് പാർട്ടിയെ തിരഞ്ഞെടുത്തത് എന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ,
സിക്സ് ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുണ്ട്. അവർക്കറിയാം നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. സമയം, സ്നേഹം, അവരോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അതിനൊന്നും യാതൊരു വാല്യൂവും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ അതിനെക്കുറിച്ച് തിരിച്ച് അറിയുന്നുണ്ട്. നിങ്ങൾ തന്നതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹവും സമയവും എല്ലാം അവർ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ജഗിൾ ചെയ്യുന്ന ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ചില സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ട്. അതുപോലെ തന്നെ അവർക്ക് രണ്ടും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ചില എനർജി കാണുന്നു. ഒരു പക്ഷേ അവരുടെ ഫാമിലി ആയിരിക്കാം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നിങ്ങളെന്നും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ സംഭവിച്ചു പോയതിനെല്ലാത്തിനും ക്ഷമ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് മറന്ന് ലൈഫിൽ എല്ലാം സന്തോഷമായി തീരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്യുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? തീർച്ചയായിട്ടും സാധ്യമാകും. ദ എംപ്രസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് യെസ് എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ വരുവാൻ സാധിക്കും. ഓക്കെ, ഗ്രോത്താണ് കാണുന്നത്. അൺകണ്ടീഷണലായിട്ട് സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന ഫസ്റ്റ് കാർഡ് ഗ്രോത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെയുള്ള കാർഡാണ്. അത് നിങ്ങൾ ഫിനാൻഷ്യലായിട്ടാണെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ബേസിലാണ് ഈ കാർഡ് സെലക്ട് ചെയ്തെങ്കിലും ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യം സാധിക്കും. രണ്ടാമത് സെലക്ട് ചെയ്ത കാർഡ് ദ ഹെർമിറ്റിൻ്റെ കാർഡാണ്. നിങ്ങളിപ്പോൾ ഒരു ഐസൊലേഷൻ പീരിയഡ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നതിന് വളരെ പാടായിട്ട് കാണുന്നു. ഓക്കെ, അത് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെയാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങുക. നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പുറത്ത് ഇറങ്ങാൻ പോലും നിങ്ങളുടെ മനസ്സിൻ്റെതായിട്ട് നിങ്ങൾ കെട്ടി വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ ഡിപ്രഷനിലായിരിക്കുന്നു. ഓക്കെ, സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തളർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഇല്ലാണ്ടായിരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തിറങ്ങുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു. ഓക്കെ, സാഹചര്യം അനുകൂലമാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ ട്രൈ ചെയ്യുന്നില്ല. ഓക്കെ, പുറത്തിറങ്ങാൻ. എന്നാൽ നിങ്ങൾ പുറത്തിറങ്ങിയെങ്കിൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരൂ. അത് ഇനി റിലേഷൻ ആയാലും സാമ്പത്തികമായാലും ബിസിനസ് ഹാപ്പി ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യം ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ച കാര്യം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.